കുടുംബക്ഷേത്രമായ പെരിഞ്ഞനം കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കാറുള്ള ഉത്സവാഘോഷ പരിപാടികളിൽ തിരുവാതിരയും കൈകൊട്ടിക്കളിയും മറ്റ് നൃത്ത ഇനങ്ങളുമായി അരങ്ങുവാണിരുന്ന വനിതാ കൂട്ടായ്മ ഇപ്പോൾ ശിങ്കാരിമേളത്തിലേക്ക് ചുവടുറപ്പിച്ചതിന് പിന്നിൽ ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ തന്നെയുണ്ട്. ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഫ്യൂഷനാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുതിയ ആശാനുമായിട്ട് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ വൈകിട്ട് 7 മണി മുതൽ 9 വരെ ആണ് ഞങ്ങളുടെ 9-9:30 വരെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് സമയം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അത്ര എളുപ്പമല്ലാത്ത കലാരൂപം ഇനി അവതരിപ്പിക്കണമെന്ന ഈ കൂട്ടായ്മയുടെ തീരുമാനത്തിനൊടുവിലാണ് ശിങ്കാരിമേളത്തിൽ ഒരു കൈ നോക്കാമെന്ന് തോന്നിയത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മതിലകത്തെ ദേവ ബ്രദേഴ്സിലെ 3 ആശാന്മാരുടെ കീഴിൽ പരിശീലനം തുടങ്ങി. 10ാം ക്ലാസ്സുകാരി മുതൽ 50കാരി വരെ ഇതിലുണ്ട്. 19 പേരും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മേളത്തിന്റെ ബാലപാഠങ്ങൾ 6 മാസത്തിനുള്ളിൽ പഠിച്ചു. വേദികളിൽ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടുകയാണ് പെരിഞ്ഞനത്തിന്റെ സ്വന്തം മേളപ്പെൺപട. ശിങ്കാരിമേളത്തിൽ ഫ്യൂഷനും പുത്തൻ പരീക്ഷണങ്ങളും ഇപ്പോൾ നടത്തുകയാണ്. മാതൃഭൂമി ന്യൂസ് തൃശൂർ. ലിഷോയ് ഉണ്ട് കൂടെ. ഗുഡ് മോർണിംഗ് ലിഷോയ്. ലിഷോയ്, ഈ ഒരു കുടുംബത്തിലെ 19 പേരെന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറച്ച് കൗതുകം കൂടുതലുണ്ട്. ഞാൻ എവിടെയോ സമൂഹ മാധ്യമത്തിലെ ഇതേ വേഷത്തിൽ ഇങ്ങനെ ശിങ്കാരിമേളം നടത്തുന്ന ഇവരുടെ വീഡിയോ കണ്ടിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല ഇത് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന്. ഗുഡ് മോർണിംഗ് മോദി. അതെ, അത് തന്നെയാണ് പ്രത്യേകത. കാരണം നമ്മൾ ഈ സ്ത്രീകൾ, വനിതകൾ ശിങ്കാരിമേളവും മേളവും ഒക്കെ അവതരിപ്പിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ ഒരു പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇവരെല്ലാം ഒരേ കുടുംബത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അതിലൊരു കൗതുകം തോന്നിയത്. കാരണം അങ്ങനെ ഒരു ടീം എന്തായാലും സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ ടീമും അങ്ങനെ ഉണ്ടാകാനായി ഇടയില്ല. ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഭൂരിഭാഗം ആളുകളും പഠനത്തിനും അതുപോലെ തന്നെ മറ്റ് ജോലികൾക്കുമായി പകൽ സമയങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഇത് പഠിക്കാനായി എടുത്ത സമയം എന്ന് പറയുന്നത് വെറും 6 മാസം ആണ്. ആ സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. 7 മണി മുതൽ ഈ ജോലിയും പഠനവും ഒക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി അതിനുശേഷമാണ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയത്. അപ്പോൾ ഒരു കല സ്വായത്തമാക്കണം ഒരു അതിയായ ആഗ്രഹം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അത് ഒരു വ്യത്യസ്തമായത് തന്നെ ആകണമെന്നൊരു ആഗ്രഹവും ഈ കൂട്ടായ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ് ഈ കുടുംബ കൂട്ടായ്മയിൽ എല്ലാവരും ചേർന്ന് ഈ മേളം അവതരിപ്പിച്ചത്. ആ മേളം ഒരാൾ വീഡിയോയിൽ മൊബൈലിൽ പകർത്തുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും അത് വലിയ വൈറലാവുകയൊക്കെ ചെയ്ത ഒരുപക്ഷെ അതായിരിക്കാം മോത്തി കണ്ടു എന്ന് പറയുന്നത്. അത് മില്യൺസാണ് അതിൻ്റെ വ്യൂസ് എല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഒരു അപ്ഡേഷൻസ് ഒക്കെ വേണമെന്നുള്ളൊരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ വരുന്നതും പിന്നെ ഫ്യൂഷനും ഒക്കെയായി ഇപ്പോൾ അരങ്ങ് തകർക്കുകയാണ്. എവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ച് അവിടെയൊക്കെ വമ്പൻ ഹിറ്റാണ് ഇവരുടെ പരിപാടികൾ. ഏതായാലും വളരെ ഹിറ്റായിട്ട് അതങ്ങനെ വളരെ കാലം ഒരുപാട് വേദികളൊക്കെ ഇവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലിഷോയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.